ഞാൻ പ്രേമിക്കുന്ന പ്രേമകേന്ദ്രം ഏതാണെന്നറിയുമോ? ഒരു താൽക്കാലിക നൈമിഷികമായ പ്രണയത്തിന്റെ പാത്രമല്ല, എല്ലാം തരാൻ പറ്റുന്ന നേതാവാണ്. ഇന്ന് നമ്മുടെ പുതിയ തലമുറയുടെ വഴിവിട്ട പ്രണയങ്ങളുടെ ലോകത്ത് നിന്ന് വരട്ടെ. അല്ലിമു ഔലാദകും ഹുബ്ബ നബിയിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കുക. അവർക്ക് വേണ്ടതെല്ലാം മദീനയിലുണ്ട്, വേണ്ടതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുണ്ട്. അല്ലാതെ വഴിവിട്ട പ്രണയങ്ങളുടെ ലോകത്ത് പോയി താൽക്കാലിക ആസ്വാദനങ്ങളുടെ ലോകത്ത് ലയിച്ചു നിൽക്കുമ്പോൾ ജീവിതം തന്നെ ഹോമിച്ചു പോകുന്ന എത്രയെത്ര ആളുകൾ. സ്നേഹത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ എത്ര അപകടകരമായ ലോകത്താണ് സഞ്ചരിക്കുന്നത്. നമ്മൾ എന്ന സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ശബ്ദമെത്തുന്ന ദൂരത്തല്ലേ എത്ര ആത്മഹത്യകൾ നടന്നുപോയത്. കുഞ്ഞുപ്രായത്തിൽ നമ്മുടെ പെൺകുട്ടികൾക്ക്, നമ്മുടെ കുട്ടികൾക്ക് മഹബ്ബത്തിന്റെ, സദാചാരത്തിന്റെ ശരിയായ സ്നേഹം പഠിപ്പിച്ചു കൊടുക്കാൻ അല്ലിമൂ ഔലാദകും മഹബ്ബത്ത റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് പഠിപ്പിച്ചു കൊടുക്കണം. സ്നേഹത്തെ നിർണയിച്ച അമരകാവ്യമെന്നാണ് ബുറുദയെ നമ്മളെ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ പുതിയ തലമുറയുടെ വൈകാരികമായ സ്നേഹലോകം മാത്രമേ ഇവിടെ ചർച്ചയ്ക്കുള്ളൂ. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻഗാമികൾ, സ്വഹാബികൾ, താബിഉകൾ, ഇമാമുകൾ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചത് എന്ന് പഠിപ്പിക്കപ്പെടുന്നില്ല. നിങ്ങളുടെ മക്കൾ നേർവഴിക്ക് വരണമെങ്കിൽ അതിനുള്ള ഏറ്റവും നല്ലൊരു ഉപാധി എന്താണ്? നമ്മുടെ മക്കളുടെ കൽബിലേക്ക് സ്ഥാപിച്ചു കൊടുക്കണം മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹബിഹി വസല്ലമ തങ്ങളെ. എന്നിട്ട് തങ്ങളോട് തങ്ങളെ ചേർത്തുകൊണ്ടൊരു കാര്യം പറയുമ്പോൾ, മോനെ അത് ചെയ്താൽ നിന്റെ ഹബീബായ തങ്ങൾക്കിഷ്ടമല്ല എന്ന് പറയുമ്പോ മകന് മാറി നിൽക്കാനാവണം. മോനെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമുള്ള കാര്യമാണ്, മോനിത് ചെയ്തോളൂ എന്ന് പറയുമ്പോൾ ചെയ്യാൻ കഴിയണം. നമ്മുടെ പെൺമക്കൾക്ക്, നമ്മുടെ കുടുംബങ്ങൾക്ക് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹലോകത്തിന്റെ മാധുര്യം അറിയണം. അങ്ങനെ വരുമ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. പാതിരാവിന്റെ പഴുതിൽ അന്യ പെണ്ണിനോട്, അന്യ പുരുഷനോട് ചാറ്റ് ചെയ്ത് സംഭാഷണം നടത്തി സമയം കൊല്ലുന്ന കൗമാര യൗവനങ്ങൾ പാതിരാത്രിയുടെ പഴുതിൽ സ്വലാത്തു ചൊല്ലട്ടെ. അത് മദീനയുടെ പ്രേമലോകത്ത് ചെന്ന് പ്രകമ്പനമുണ്ടാക്കട്ടെ. അവിടുന്ന് വരുന്നതോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹത്തിന്റെ സുഗന്ധമാണ്.